ഇടവിടാതെന്നും വചനം ശ്രവിക്കാം. ആമേൻ, ആമേൻ. യേശുമിശിഹായുടെ സ്വന്തമായ കുഞ്ഞെ. പ്രഭാഷകൻ 34-31. പാപങ്ങളെ പറ്റി ഉപവസിച്ചിട്ട് വീണ്ടും അത് ചെയ്താൽ അവൻ്റെ പ്രാർത്ഥന ആര് ശ്രവിക്കാൻ? ആ എളിമപ്പെടൽ കൊണ്ട് അവൻ എന്ത് നേടി? സാമാന്യ ദൈവജനത്തിൻ്റെ, നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ നേരെ പ്രകാശം ചൊരിയുന്ന ഒരു വചനത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഭയചകിതരായി നിൽക്കുകയാണ്. പാപങ്ങളെ പറ്റി നല്ലവണ്ണം ഉപവസിച്ചു, പരിഹാരം ചെയ്തു, കരഞ്ഞു, നെടുവീർപ്പിട്ടു, എളിമപ്പെട്ട് ദൈവസന്നിധിയിലിരുന്നു. എന്നിട്ട് നാം അത് തന്നെ ചെയ്യുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ സ്വരം ദൈവസന്നിധിയിൽ എത്തുമോ എന്ന പ്രഭാഷകന്റെ ചോദ്യം എന്നെയും നിന്നെയും സംബന്ധിച്ചൊരു സത്യമല്ലേ? നോമ്പിലേക്ക് നാം കരങ്ങൾ വെച്ച് ജീവിതം മുഴുവൻ വയ്ക്കുന്ന ഈ മനോഹര ദിവസങ്ങളിൽ പാപങ്ങളെ പറ്റി ഉപവസിച്ചിട്ട് വീണ്ടും അത് തന്നെ ചെയ്തു പോകുന്ന നമുക്ക് ദൈവസന്നിധിയിൽ ശക്തിക്ക് വേണ്ടി മല്ലടിക്കാം, ദൈവസന്നിധിയിൽ ശക്തിക്ക് വേണ്ടി പോരാടാം. കർത്താവേ, നീ എന്നെ ശക്തിപ്പെടുത്തുന്നില്ലെങ്കിൽ ഞാൻ ചെയ്ത പാപങ്ങളിൽ തന്നെ ഇഴയുന്ന മണ്ണരയായി മാറും. എൻ്റെ മേലെ കരുണയായിരിക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ.